എല്ലാവർക്കും നമസ്കാരം. സാധാരണഗതിയിൽ കീം എക്സാമിന് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്തു വരുന്ന, അതായത് കഴിഞ്ഞ 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. വെക്റ്റർ ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 100% പെർപെൻഡിക്കുലാരിറ്റി ഓഫ് ടു വെക്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ കൊളീനിയാരിറ്റി ഓഫ് ടു വെക്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ വൺ വെക്റ്റർ ഈസ് പാരലൽ ടു അനദർ വെക്റ്റർ എന്ന കണ്ടീഷനുമായി ബന്ധപ്പെട്ടോ അങ്ങനെ സ്ഥിരമായി റിപ്പീറ്റ് ചെയ്തു വരുന്ന ചോദ്യങ്ങളുണ്ട്. ഇപ്പം ഈ ബോർഡിൽ കാണുന്ന 2 ചോദ്യങ്ങളും തൊട്ട് മുൻപ് നടന്ന കീം എക്സാം, കഴിഞ്ഞ വർഷം നടന്ന കീം എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങളൊന്ന് അനാവരണം ചെയ്ത് നോക്കാം. വെക്റ്റർ എയും വെക്റ്റർ ബിയും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റേഴ്സ് ആണ്. മോഡുലസ് ഓഫ് വെക്റ്റർ എന്ന് പറയുന്നത് √104, മോഡുലസ് ഓഫ് വെക്റ്റർ ബി എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് a-b എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇനി ഒരു കാര്യം നമ്മൾ ബോർഡിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു ചോദ്യത്തിൽ എഴുതിയിരിക്കുന്നതിൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നുണ്ട്. പെർപെൻഡിക്കുലർ, 2 വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? 2 വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ ആ 2 വെക്റ്റേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്ത് 0 ആയിരിക്കും? ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ അതൊരു കൺക്ലൂഷനാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോഡുലസ് ഓഫ് a-b ആണ്. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ ഒന്ന് സ്ക്വയർ എടുക്കാം. കാരണം a-b എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിട്ടില്ല. ഇത് a-b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വെക്റ്റർ a സ്ക്വയർ മൈനസ് 2 ഇൻറ്റു a ഡോട്ട് ബി പ്ലസ് വെക്റ്റർ ബി സ്ക്വയർ അല്ലെ. a+b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ഒരു വെക്റ്ററിന്റെ സ്ക്വയറും അതിന്റെ മോഡുലസിന്റെ സ്ക്വയറും സെയിം ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മോഡ് a സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ അത് കഴിഞ്ഞ് എഴുതാം. വെക്റ്റർ ബിയുടെ സ്ക്വയറും മോഡ് വെക്റ്റർ ബിയുടെ സ്ക്വയർ സെയിം ആണ്. 2 ഇൻറ്റു a ഡോട്ട് ബി, a ഡോട്ട് ബി 0 ആണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ നമ്മൾ. a ഡോട്ട് ബി 0 ആണ്. അപ്പോൾ അതങ്ങ് എന്തായിപ്പോയി? 0 ആയിപ്പോയി. അതായത് മോഡ് a സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ, അതാണ് a-b ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. മോഡ് a നമുക്ക് തന്നിട്ടുണ്ട് √104, അത് നമ്മൾ സ്ക്വയർ എടുക്കണം. മോഡ് ബി നമുക്ക് തന്നിട്ടുണ്ട് 6, അത് സ്ക്വയർ എടുക്കണം. സ്ക്വയറും റൂട്ടും ക്യാൻസലായ 104, 6ന്റെ സ്ക്വയർ 36, 6 4 10 0 ശിഷ്ടം 1, 3 1 4, 240 വരും. ശരിയാണല്ലോ? സോറി, 140. ക്ലിയർ ആണല്ലോ? 104 36 140, 6 4 10 0 ശിഷ്ടം 1, 3 1 4 1, അതേപോലെ തന്നെ 140. അപ്പോൾ മോഡുലസ് ഓഫ് a-bയുടെ സ്ക്വയർ ആണ് എന്ത്? 140. മോഡുലസ് ഓഫ് a-bയുടെ സ്ക്വയർ ആണ് 140. അപ്പോൾ അവിടുന്ന് മോഡുലസ് ഓഫ് a-b മാത്രം വേണമെങ്കിൽ സ്ക്വയർ അപ്പുറം എടുക്കണം. √140 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി വേണ്ട കൊളീനിയാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം. നമുക്ക് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഫോർ വിച്ച് നമുക്ക് 2 വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്. ആ 2 വെക്റ്റേഴ്സ് എങ്ങനെയാണെന്നാണ് അവർ പറയുന്നത്? കൊളീനിയർ ആണ് എന്നാണ് നമ്മളോട് അവർ പറയുന്നത്. ഓക്കെ, കൊളീനിയർ ആകുമ്പോഴുള്ള കണ്ടീഷൻ എന്താണ്? 2 വെക്റ്റേഴ്സ്, വെക്റ്റർ r ഇസ് ഈക്വൽ ടു r1 ഇസ് ഈക്വൽ ടു a1i പ്ലസ് a2j പ്ലസ് a3k, ഇതൊരു വെക്ടറാണ്. മറ്റൊരു വെക്ടർ r2 ഇസ് ഈക്വൽ ടു b1i പ്ലസ് b2j പ്ലസ് b3k. ഇങ്ങനെ 2 വെക്ടേഴ്സ് ഉണ്ട്. ഇത് കൊളീനിയർ ആവണമെങ്കിൽ ഈ ഐയുടെ കോയിഫിഷ്യൻസിന്റെ റേഷ്യോ a1/a2 എന്ന് പറയുന്നത്, ജെയുടെ കോയിഫിഷ്യൻസിന്റെ റേഷ്യോ a1/b1 എന്ന് പറയുന്നതും a2/b2 എന്ന് പറയുന്നതും a3/b3 എന്ന് പറയുന്നത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇതാണ് എന്തിൻ്റെ കണ്ടീഷൻ? കൊളീനിയാരിറ്റിയുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ അത് പ്രകാരം ഇവിടെ ഐയുടെ കോയിഫിഷ്യൻ്റ് 2 ഡിവൈഡഡ് ബൈ ഇവിടെ ഐയുടെ കോയിഫിഷ്യൻ്റ് -4 സീക്വൽ ടു ഇവിടെ ജെയുടെ കോയിഫിഷ്യൻ്റ് -3, ഇവിടെ ജെയുടെ കോയിഫിഷ്യൻ്റ് ലാംഡ സീക്വൽ ടു ഇവിടെ കെയുടെ കോയിഫിഷ്യൻ്റ് 4, ഇവിടെ കെയുടെ കോയിഫിഷ്യൻ്റ് -8. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഡ കിട്ടും. അപ്പോൾ എന്താണ്? -3/λ ഇസ് ഈക്വൽ ടു 4/8 കട്ട് ചെയ്താൽ 1/-2 എന്ന് കിട്ടും. അപ്പോൾ 1 ഇൻറ്റു ലാംഡ എന്ന് പറഞ്ഞാൽ ലാംഡ ഇസ് ഈക്വൽ ടു, ഇത് ഇങ്ങോട്ട് ഗുണിക്കണം, -2 ഇൻറ്റു -3, -2 ഇൻറ്റു -3. അപ്പോൾ അതാണ് നമ്മുടെ ലാംഡ എന്ന് പറയുന്നത്. -2 ഇൻറ്റു -3 എത്രയാണ്? 6 ആണ് ആൻസർ വരിക. സോ ഓപ്ഷൻ ഡി 6 ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ പഠിക്കുന്നത് വഴി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. 2 വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. a-b കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിന് നേരിട്ടൊരു ഫോർമുലയില്ല. അത് സ്ക്വയർ ചെയ്തതിന് ശേഷം കിട്ടുന്ന ആൻസർ റൂട്ട് എടുത്ത് കണ്ടുപിടിക്കണം.
A+B ചോദിച്ചാലും സമാനമായ രീതിയിൽ തന്നെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. A+B+C ചോദിച്ചാലും സമാനമായ രീതിയിൽ സ്ക്വയർ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെ രണ്ട് വെക്റ്റേഴ്സ് പാരലാണെങ്കിൽ അല്ലെങ്കിൽ കൊളീനിയർ ആണ് എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ IJKയുടെ കോയിഫിഷ്യൻസിൻ്റെ റേഷ്യോസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് A1i + A2j + A3kയും B1i + B2j + B3kയും ഇങ്ങനെ രണ്ട് വെക്റ്റേഴ്സ് കൊളീനിയർ ആണെങ്കിൽ A1/B1 = A2/B2 = A3/B3 ആയിരിക്കും. അതിനകത്ത് അൺനോൺ ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് K എന്നുള്ള പേരിലോ അല്ലെങ്കിൽ ലാംഡ എന്നുള്ള പേരിലോ അല്ലെങ്കിൽ M എന്നുള്ള പേരിലോ ഒക്കെ അവർ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ആഡഡ് അൺനോൺ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ വരിക. ഏതെങ്കിലും റേഷ്യോ ഇക്വേറ്റ് ചെയ്താൽ വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ട് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള ഉപകാരപ്രദമായ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു.